സ്നേഹമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ 49 ആയത്ത്, 110 ആയത്തിലെ 49 ആയത്ത് നമ്മൾ പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് 50-ാമത്തെ ആയത്ത് മുതൽ 53-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മക്കയിലുണ്ടായിരുന്ന വലിയ തറവാടികളായ ആളുകൾ വന്ന്, കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, ഫക്കീറന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, പാവപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വന്ന് ഇരിക്കാം എന്ന ഒരു സംസാരമുണ്ടായിരുന്നു. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്ക ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഇബ്ലീസിന്റെ ഒരു പാർട്ടിയായി മാറുകയാണോ? ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതികളെയും നിങ്ങൾ പിന്തുടരുകയാണോ? അല്ലാഹുവിനെയല്ലേ നിങ്ങൾ പിന്തുടരേണ്ടത്? അവിടെയുണ്ടായിരുന്ന മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ ഫക്കീറന്മാരുടെ കൂടെ ഇരിക്കില്ല എന്നാണ്. അപ്പോൾ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ رَبِّهِ أَفَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِنْ دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا. ഈ ആയത്ത് അതിന്റെ ചെറിയൊരു ഭാഗത്ത് വലിയൊരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ. ഈ ഒരു ആയത്തിന്റെ ചെറിയൊരു ഭാഗമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അങ്ങനെ അവസാനം മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറയുന്നു. ആ കൂട്ടത്തിൽ ഇബ്ലീസ് അവർക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി വിസമ്മതിച്ചു എന്ന ഈ സംഭവം അത് ഖുർആനിന്റെ പലയിടങ്ങളിലും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പല സൂറത്തുകളിലും. ഇവിടെ അല്ലാഹു തആല സംഭവത്തെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല സൂറത്തുകളിലും ആ സംഭവത്തെ അല്ലാഹു തആല വിശാലമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആ ആയത്തിന്റെ ചെറിയ ഒരു ഭാഗം അല്ലാഹു തആല കൊണ്ടുവരികയാണ്. വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് നമ്മൾ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം നബിയേ. അല്ലാഹു തആല സംഭവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് നമ്മൾ പറഞ്ഞ സന്ദർഭം, ആ സന്ദർഭത്തിൽ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തില്ലേ, ഇബ്ലീസ് മാത്രമാണ് അവിടെ മാറി നിന്നത്. ഈ ആയത്തിന്റെ ഭാഗത്ത് ചെറിയൊരു വിശദീകരണം വേണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യനാണ്. സുജൂദ് അല്ലാഹുവിനല്ലേ, മനുഷ്യന് സുജൂദുണ്ടോ? എങ്ങനെയാണ് മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറയുക? എങ്ങനെയാണ് എല്ലാവരും മനുഷ്യന്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മനുഷ്യന് ഇവരെല്ലാവരും എങ്ങനെ സുജൂദ് ചെയ്യും? സുജൂദ് മനുഷ്യന് മാത്രം, അല്ലാഹുവിന് മാത്രമല്ലേ സുജൂദുള്ളൂ എന്ന ഒരു സംശയം അവിടെയുണ്ട്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവിടെ
അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞെങ്കിലും സുജൂദ് അല്ലാഹുവിനാണ്. പക്ഷേ ആദം നബിക്ക് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞതിൽ കൽ ഖിബ്ലത്തി, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഖിബ്ല കഅബയായതുപോലെ അവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖിബ്ലയാക്കിയിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്നാണ് അവിടെ അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ സുജൂദ് ആർക്കാണ്? അല്ലാഹുവിനാണ്. നമ്മുടെ കഅബാലയം നമ്മുടെ ഖിബ്ലയായതുപോലെ അവിടെ മലക്കുകളോട് അല്ലാഹു തആല ആദം നബിയെ ഖിബ്ലയാക്കിയിട്ട് സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. സുജൂദ് അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, സുജൂദ് വേറെ ആർക്കുമില്ല, അല്ലാഹുവിന് മാത്രമാണ് സുജൂദുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അങ്ങനെയാണ് പഠിപ്പിച്ചത്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, അൻ സൗരി അൻ സിമാക് ബിൻ ഹാനിൻ എന്നവർ പറയുന്നു, അവരിൽ നിന്ന് ഉദ്ധരിക്കുന്നു, قال دخل الجاثليق على علي بن ابي طالب رضي الله عنه ന്റെ അടുക്കലേക്ക് ജാസലീഖ് എന്ന് പറയുന്ന ആൾ കടന്നു വരികയാണ്. അപ്പോഴോ ഫഅറാദ അൻ യസ്ജുദ ലഹു, അദ്ദേഹം വരുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. ഫഖാല ലഹു അലി, അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, ഉസ്ജുദ് ലില്ലാഹ് വലാ തസ്ജുദ് ലീ, അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത്, എനിക്കല്ല സുജൂദ് ചെയ്യേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യാൻ വന്ന ആളോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് സുജൂദ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത്, അല്ലാതെ എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പൊ സുജൂദ് അല്ലാഹ്ക്ക് മാത്രമാണ്. ആ സുജൂദുകൾ തന്നെ അല്ലാഹു തആല പറഞ്ഞ രീതിയിൽ മാത്രമാണ്. സുജൂദ് എങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തോന്നിയതുപോലെ സുജൂദ് ചെയ്യാനും പറ്റൂല. തിലാവത്തിന്റെ സുജൂദുണ്ട്, ശുക്റിന്റെ സുജൂദുണ്ട്, ഇങ്ങനെ സുജൂദുകൾ ഉണ്ടല്ലോ. ആ സുജൂദുകൾ അത് പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ കാണാം വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കുറെ നേരം ദുആ ചെയ്തിട്ട് ഒരൊറ്റ സുജൂദാണ്. അങ്ങനെ ഒരു സുജൂദ് അല്ലാഹ്ക്കാണെങ്കിൽ പോലും അങ്ങനെ പറ്റൂല. ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ചതല്ലാത്ത ഒരു സുജൂദും ഇസ്ലാമിലില്ല. അപ്പൊ സുജൂദ് നല്ലതല്ലേ എന്ന് വിചാരിച്ച് തോന്നിയതുപോലെ ഒന്നുമില്ലാതെ പെട്ടെന്നൊരു വീഴലാണ് സുജൂദിലേക്ക്. അങ്ങനെ ഒരു സുജൂദ് ഇസ്ലാമിലില്ല. ഒരു മഖബറയിലും സുജൂദുകളില്ല, ഒരു വലിയന്റെ മുമ്പിലും സുജൂദില്ല, ഒരു മസ്താന്റെ മുമ്പിലും സുജൂദില്ല, ഒരു നബിയുടെ മുമ്പിലും സുജൂദില്ല. സുജൂദ് ആർക്ക് വേണ്ടിയാണില്ല? അല്ലാഹ്ക്ക് മാത്രമേ സുജൂദുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ വഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ എന്ന് പറഞ്ഞിടത്ത് ഇമാം റാസി തങ്ങൾ പറഞ്ഞത് ആ സുജൂദ് ആദം നബിക്കല്ല, അത് അല്ലാഹുവിനാണ് സുജൂദ്. പക്ഷേ അവിടെ സുജൂദിന്റെ ഖിബ്ല ആരാണ്? ആദം നബിയാണ്. എന്നിട്ടോ ഫസജദൂ ഇല്ലാ ഇബ്ലീസ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അവിടെ ഒരു സംശയം കൂടെ നമുക്കുണ്ട്, ഒരു സംശയം കൂടെ ഉണ്ട്. എന്താണ് ആ സംശയം? എല്ലാ മലക്കുകളും ഫസജദൂ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ആകാശത്തുള്ള മലഉൽ അലയിലുള്ള ആകാശത്തുള്ള എല്ലാവരോടും അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എല്ലാ മലക്കുകളും അതിൽ പെട്ടു. പക്ഷേ ഇബ്ലീസ് ഇല്ല ഇബ്ലീസ കാന മിനൽ ജിന്നി എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തില്ല. ആ ഇബ്ലീസ് ആണെങ്കിലോ മലക്കുകളുടെ കൂട്ടത്തിൽ മലക്കല്ലല്ലോ, കാന മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽ പെട്ടതാണ് ഇബ്ലീസ്. അപ്പം ഇബ്ലീസ് മലക്കല്ല.
എന്നാൽ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിൻ, ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഇബ്ലീസ് മലക്കല്ല എന്നുള്ളത് ഉറപ്പാണ്, ജിന്നാണ്. ജിന്നുകളുടെ പിതാവാണ് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം. അപ്പോ ഇബ്ലീസ് എങ്ങനെ അക്കൂട്ടത്തിൽ വന്നു? മലഉൽ അലയിലുള്ള എല്ലാവരോടും അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞതിൽ എല്ലാ മലക്കുകളും വിട്ടു. പക്ഷെ ആ കൂട്ടത്തിൽ അവരോടൊന്നിച്ചായിരുന്നു ഇബ്ലീസിന്റെ താമസം. ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു, മലക്കല്ല. മലക്കുകളെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതാണ്, ജിന്ന് വർഗത്തെ തീയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഇബ്ലീസ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു ഇബ്ലീസ്. ഇബ്ലീസ് നല്ല വിവരമുള്ള ആളാണ്, വലിയ ഉസ്താദാണ്. ഇതുപോലെ ചിലപ്പോ അങ്ങനെയുണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെട്ടതുകൊണ്ട് ഇബ്ലീസിനും അവിടെ നിയമം ബാധകമായി. നമ്മൾ ചിലപ്പോ ഒരു സ്കൂളിൽ മാഷന്മാരുടെ അധ്യാപകരുടെ ഒക്കെ മീറ്റിംഗ് കൂടി എല്ലാവർക്കും ചായ കൊടുക്കുമ്പോൾ പ്യൂണിനും ചിലപ്പോ ചായ കൊടുക്കും അല്ലെ. പള്ളിയിൽ നിന്ന് ഉസ്താദന്മാരെല്ലാവരെയും, മുത്തഅല്ലിമീങ്ങളെ ഉസ്താദന്മാരെ എല്ലാവരെയും വീട്ടിലേക്ക് മൗലൂദിനെ അല്ലെങ്കിൽ വാപ്പാന്റെ ആണ്ടിലേക്ക് ക്ഷണിച്ചു. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ഖാദിമായ ഒരു സാധാരണക്കാരും ഉണ്ടാകും. എല്ലാവരും ഉസ്താദന്മാരെ വിളിച്ചിട്ടുണ്ടെന്നാ പറയാം, പള്ളിയിൽ നിന്ന് ഉസ്താദന്മാരൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയാം. പക്ഷെ ആ കൂട്ടത്തിൽ ആരുണ്ട്? ഉസ്താദന്മാർക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു കൊടുക്കുന്ന ഖാദിമായ സാധാരണക്കാരനായ ഒരാളും ഉണ്ടല്ലോ. എന്നതുപോലെ മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, അതാരാണ്? ഇബ്ലീസാണ്. ആ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. കാരണം എന്താണ്? ഇബ്ലീസിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഓരോരുത്തരുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? അതനുസരിച്ചാണല്ലോ സ്വഭാവങ്ങൾ. ഇബ്ലീസ് ഓരോ ആളുകൾ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇബ്ലീസ് ഓരോ ആളുകൾക്കും ജന്മന എങ്ങനെയുണ്ട്? ഓരോ ആളുകളുടെയും ജന്മം എങ്ങനെയാണ്? മനുഷ്യനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ മണ്ണിന്റെ ഒരു സ്വഭാവം മനുഷ്യനുണ്ടാകും. തീ കൊണ്ടാണ് ജിന്നിനെ സൃഷ്ടിച്ചത്. അപ്പൊ തീയിന്റെ ഒരു സ്വഭാവം ജിന്നിനുണ്ടാകും. പ്രകാശം കൊണ്ടാണ് മലക്കിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ത്വാഅത്തിന്റെ വഴിപ്പെടലിന്റെ ഒരു സ്വഭാവം മലക്കിനുമുണ്ടാകും. അതൊന്നുകൂടെ പറഞ്ഞ തിരിയും. മലക്കുകൾക്ക് അല്ലാഹു തആല പറഞ്ഞതല്ലാതെ വേറെ ഒരു പണിയില്ല. മലക്കുകൾ അള്ളാഹ്ക്ക് തെറ്റിയൂല. അള്ളാഹ് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സുജൂദാണ്, അതിനപ്പുറത്ത് വേറെ ചിന്തയൊന്നുമില്ല. സൂറത്തു തഹരീമിൽ അല്ലാഹു തആല 6-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹു തആല കൽപ്പിച്ചതെല്ലാം അവർ ചെയ്യുന്നവനാണ്. അല്ലാഹു തആലയോട് അവർ കൽപ്പിച്ചതിൽ നിന്ന് ഒന്നും തന്നെ തെറ്റ് ചെയ്യില്ല. അല്ലാഹ് പറഞ്ഞത് കേൾക്കാതിരിക്കില്ല. ഒരു ദോഷവും അല്ലാഹുവിനോട് ചെയ്യില്ല. അങ്ങനെയുള്ളവരാണ് മലക്കുകൾ. പക്ഷേ സുജൂദ് ചെയ്യാൻ പറഞ്ഞ ഇബ്ലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. രണ്ടാമതായി അബുൽ ജിന്ന്, ജിന്നുകളുടെ വാപ്പയാണ് ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസിന് സന്താനങ്ങളും പരമ്പരകളുമുണ്ട്. അതേ സമയത്ത് മലക്കുകൾക്കോ അൽ മലായികതു ലാ ദുർരിയത ലഹും, അവർക്ക് മക്കളില്ല, സന്താനങ്ങളില്ല. അപ്പൊ ഇബ്ലീസ് മലക്കിന്റെ കൂട്ടത്തിൽ പെട്ടതല്ല. അപ്പൊ ജിന്നുകളുടെ കൂട്ടത്തിൽ അവരുടെ സ്വഭാവം കാണിക്കും. മലക്കുകളെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ അവർ വളരെ സജീവമായിരിക്കും. ഒരു ഉദാഹരണം പറയാം. തീ കൊണ്ടാണ് ജിന്നിനെ സൃഷ്ടിച്ചത്. തീയിന്റെ സ്വഭാവം എന്താണ്? തീ ഇങ്ങനെ ആളിക്കത്തി മുകളിലേക്ക് ആളിക്കത്തി. നമ്മളൊരു വിളക്ക് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് ഏത് ഭാഗത്തേക്ക് പിടിച്ചാലും തീയിനൊരു ദിശ ഉണ്ട്. ആ ദിശയിലേക്ക് തീ പോവുള്ളൂ അല്ലെ. മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒരു വിറകിലോ ഓലക്കൊടിയിലോ കത്തിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ നമ്മളെ കയ്യുമ്പൊക്കെ തന്നെ തീ വരാം. ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ മേലക്കേ പോവുള്ളൂ, ഇങ്ങനെ പിടിച്ചാലും നേരെ മേലക്കേ പോകും. എങ്ങനെയായാലും തീ ആളിയിട്ട് മുകളിലേക്ക്, അത് അതിനെ കണ്ട വഴിയിലേ പോകൂ. അത് ചിലപ്പോ ത്വാഅത്ത് വഴിപ്പെടാൻ തയ്യാറാകൂല എന്നർത്ഥം. അതേ സമയത്ത് പ്രകാശമോ, ഞാനൊരു ടോർച്ചെടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടടിച്ചു, പ്രകാശം അങ്ങോട്ടാണ്. ഞാനൊരു ടോർച്ചെടുത്ത് ഇവിടെ നിന്ന് താഴോട്ടടിച്ചു, താഴോട്ടാണ്. ഞാൻ ടോർച്ചെടുത്ത് മുകളിലോട്ടടിച്ചു, മുകളിലോട്ടാണ്. പ്രകാശം നൂറ്, അത് വഴിപ്പെടലാണ്. അതിന്റെ ത്വാഅത്തിന്റെ വഴിയാണ്, അതിന്റെ സ്വഭാവം. എന്നാൽ മനുഷ്യന് മണ്ണ് കൊണ്ടാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്? വിനയമാണ്, തവാളുആണ്.
മണ്ണിങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാൽ കുറെ ദിവസം കഴിയുമ്പോ ആ മണ്ണിങ്ങനെ നനഞ്ഞ് താഴ്ന്ന് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണ്. അതും നനഞ്ഞ മണ്ണിൽ നിന്നല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നനഞ്ഞ മണ്ണുകൾ ഇങ്ങനെ കുഴച്ച് രണ്ട് നനഞ്ഞ മണ്ണിന്റെ കുഴച്ച ഉരുളകൾ നമ്മൾ ചേർത്തി വെച്ചാൽ അത് കുറെ ദിവസം കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചു ഒന്നായിട്ടുണ്ടാകും. പാറ പോലത്തെ മനസ്സല്ല മനുഷ്യന് വേണ്ടത്. പാറ എത്ര കാലം രണ്ട് പാറകൾ ഒട്ടിക്കു വെച്ചാലും അത് ഒട്ടിപ്പിടിക്കുന്നില്ല. എന്നാൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് വിനയത്തിന്റെ സ്വഭാവമാണ്, ചേർച്ചയുടെ സ്വഭാവമാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ടല്ലേ ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. മനുഷ്യൻ ആരോടാണോ ഇടപഴകുന്നത് അതനുസരിച്ച് അവന്റെ സ്വഭാവമായി മാറുമെന്നല്ലേ പറഞ്ഞത്. കാരണം മണ്ണിന്റെ സ്വഭാവം അതാണ്, അത് ചേർന്ന് നിൽക്കലാണ്, വിനയമാണ്, താഴ്ന്നു നിൽക്കലാണ്. എന്നാൽ തീ അങ്ങനല്ല, ആളി മുകളിലേക്കാണ് പോകുന്നത്. അത് അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവമാണ് ജിന്നിൽ നിന്ന് വന്നത്. അപ്പൊ ജിന്നില് സാധാരണ ആളുകളുണ്ട്, നല്ല വിവരമുള്ളവരുണ്ട്, എല്ലാ തോന്നിവാസം കളിക്കുന്ന ആളുകളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാ ടീമുണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെ എല്ലാ ടീമും ഓല കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ജിന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാം വിശ്വസിക്കാൻ നിൽക്കരുത്. ചില ചികിത്സകാരികളുണ്ടാവും, ജിന്നുണ്ടാവുമല്ലോ മേത്ത്. ഇവരെ മുമ്പിൽ ചെന്നിട്ട് ജിന്ന് അങ്ങോട്ട് അളകി ഹാലറായിട്ട് ജിന്ന് എന്തല്ലോ എന്നങ്ങ് വിളിച്ചു പറയും. ചിലപ്പോ ചികിത്സിക്കാൻ കൊണ്ട നാളെ മുമ്പിൽ നിർത്തിയിട്ടായിരിക്കും ജിന്ന് പറയാം, അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് എനിക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. ജിന്ന് പച്ച കള്ളം പറയും. ജിന്ന് മനുഷ്യന്മാരെ പോലെ തന്നെ നല്ല തള്ളുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇത് വിശ്വസിച്ചിട്ട് നമ്മൾ വിശ്വസിച്ച് കുടുംബം കലക്കാൻ പോയാൽ ശരിയാവൂല. അതുകൊണ്ട് ജിന്നാണ് പറഞ്ഞത് എന്ന് വിചാരിച്ച് മുഴുവൻ അങ്ങ് വിശ്വസിക്കാൻ പാടില്ല. ശൈത്താനും അങ്ങനെയാണ്. ശൈത്താനെ ഇളക്കിയിട്ട് ശൈത്താൻ അങ്ങ് വിളിച്ചു പറയാൻ തുടങ്ങും, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്, ഇന്ന ആളാണ് എന്നെ പറഞ്ഞയച്ചെന്നൊക്കെ. പച്ച കള്ളം പറയായിരിക്കും. ശൈത്താന്റെ ലക്ഷ്യം എന്താണ്? ഈ കുടുംബം കലക്കലാണ്. ശൈത്താൻ എങ്ങനെ പറയൂ? അതുകൊണ്ട് ഒരാൾക്ക് ജിന്നുണ്ട്, ജിന്ന് ഹാലറായി എന്ന് വെച്ച് ജിന്ന് പറയുന്നത് ഫുള്ള് സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. കാരണം എന്താണ്? ജിന്ന് വർഗത്തിൽ എല്ലാ ടീമുണ്ട്, കള്ളം പറയുന്നവരുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ആ ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഹിജറിൽ അല്ലാഹു തആല ആ സംഭവം പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് ഓതിയിട്ടെന്ന് അർത്ഥം വെച്ച് തരാം. അല്ലാഹു തആല പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ മാഇൻ മസ്നൂൻ. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. അതാ അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന രീതിയിലുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ മൺപാത്രം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മൺപാത്രം അവർ മണ്ണ് കുഴച്ച് പാത്രം ഇങ്ങനെ ഉണ്ടാക്കി, ആ പാത്രം ഉണ്ടാക്കിയുമ്പോ മുട്ടിയാൽ ഒരു ശബ്ദം ഉണ്ടാകുന്ന രീതിയിൽ മണ്ണ് പാകപ്പെടുത്തിയിരിക്കും. അത് അവർക്കാണ് അതിന്റെ ഒരു ഐഡിയ അറിയാം. ആ രീതിയിൽ അങ്ങനെയുള്ള കളിമണ്ണ്, വെള്ളം ചേർത്ത കളിമണ്ണ് പോലെയുള്ള കറുത്ത ചളി പോലത്തെ മണ്ണ്, ആ മണ്ണിൽ നിന്നാണ് നമ്മൾ മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലാഹ് പറയുന്നു, വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം. അതിനു മുമ്പേ അല്ലാഹു തആല ജിന്നിനെ സൃഷ്ടിച്ചു. അതെവിടെ നിന്നാണ്? തീജ്വാലയിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. എന്നിട്ട് അല്ലാഹ് പറയാണ്, വൈദ ഖാല റബ്ബുക ലിൽ മലായികതി, അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം നബിയേ. ഇന്നി ഖാലിഖുൻ ബശറൻ, ഞാനൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകാണ്. എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, നല്ല കളിമണ്ണിൽ നിന്ന്, നല്ല കുഴച്ചു പാകപ്പെടുത്തിയ മണ്ണിൽ നിന്ന് ഞാൻ അതാ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്.
فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فإذا سويته ونفخت فيه من روحي ആ മനുഷ്യനെ മണ്ണുകൊണ്ട് പാകപ്പെടുത്തി മനുഷ്യരൂപമാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് റൂഹിനെ ഓതുന്നു. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഫഖഉ ലഹു സാജിദീന, എല്ലാവരും ആ മനുഷ്യന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാകണം. ഫസജദൽ മലായികതു, പിന്നെ അടുത്ത ആയത്ത് ഫസജദൽ മലായികത്തു, മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് കുറെ വർത്താനാണ്, നാട്ടുവർത്താനൊന്നും ഖുർആനിൽ പറയില്ല, വളരെ ചുരുക്കിയിട്ടേ പറയുള്ളൂ. അപ്പൊ എന്താണ് അല്ലാഹു തആല സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു, ഇനി ബാക്കി അല്ലാഹുവിനെ ഉണ്ടാക്കി സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ സങ്കല്പിക്കണം. ഫസജദു, എന്നിട്ട് ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. എന്തേ ഇബ്ലീസ് ചെയ്തത്? അബാ അയ്യകൂന മിനസ് സാജിദീൻ, അവന് സുജൂദ് ചെയ്യുന്നതിനെ വിസമ്മതിച്ചു, സുജൂദ് ചെയ്യൂല. അപ്പോഴോ ഖാല യാ ഇബ്ലീസു, അല്ലയോ ഇബ്ലീസ്, അല്ലാഹു ചോദിക്കാണ്, മാലക അല്ലാ തകൂന മഅസ് സാജിദീൻ, എന്തേ ഇബ്ലീസേ നീ സുജൂദ് ചെയ്യാതിരുന്നത്? അപ്പോഴോ ഖാല ലം അകുൻ ലി അസ്ജുദ ലി ബശരിൻ ഖൽഖഹു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മണ്ണ് കൊണ്ട്, ചളിമണ്ണ് കൊണ്ട്, കറുത്ത ചളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് ഞാൻ സുജൂദ് ചെയ്യുകയോ? ഞാൻ സുജൂദ് ചെയ്യൂല, അത് പറ്റൂല. ഖാല ഫഖ്റുജ് മിൻഹാ, അപ്പൊ അല്ലാഹ് പറയാണ് ഫഖ്റുജ് മിൻഹാ, കടക്ക് പുറത്ത്. അവിടെയാണ് കടക്ക് പുറത്ത്, പുറത്തു പോ, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോ. ഫഇന്നക റജീം, നീ ആട്ടിയോടിക്കപ്പെട്ടവരിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് പുറത്തു പോകണം, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. വഇന്ന അലൈകൽ ലഅനത ഇലാ യൗമിദ്ദീൻ, അല്ലാഹ് പറയുന്നു വഇന്നക അലൈക വഇന്ന അലൈകൽ ലഅനത, ഇബ്ലീസിനോട് പറയാണ് നിന്റെ മേലിൽ ശാപമുണ്ട്, ഇലാ യൗമിദ്ദീൻ, നാളെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ശാപമുണ്ട്. അതുകൊണ്ടാണ് ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി പറയണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഖാല റബ്ബി, അപ്പൊ ഇബ്ലീസ് അല്ലാഹുവിനോട് പറയാണ് ഖാല റബ്ബി ഫൻദുർനി, റബ്ബേ എന്നിലേക്കൊന്ന് നോക്കണം, ഇലാ യൗമി യുബഅസൂൻ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ നീ എന്നെ ശപിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്നാൽ ആ ഖിയാമത്ത് നാൾ വരെ എനിക്കൊന്ന് ആയുസ് നീട്ടി തരണം, എന്നെ പെട്ടെന്ന് മരിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞപ്പോൾ അതാ അല്ലാഹു തആല പറയുന്നു ഖാല ഫഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ആളുകളെ പഴിപ്പിക്കാൻ വേണ്ടി അതാ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല സമ്മതം നീട്ടിക്കൊടുക്കുകയാണ്. ഖാല റബ്ബി മാ അഗ്വൈതനി, അതാ ബിമാ അഗ്വൈതനി, അപ്പോൾ അതാ ഇബ്ലീസ് പറയാണ് റബ്ബി ബിമാ അഗ്വൈതനി, പടച്ചവനെ നീ എന്നെ വഴികേടിലാക്കി എനിക്ക് ശാപമുണ്ടായല്ലോ, ഞാൻ വഴി പിഴച്ചവനായി പോയല്ലോ. എന്നാൽ ഇനി ഞാനൊരു പണിയും കൂടെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഖിയാമത്ത് നാൾ വരെ നീ ആയുസ് തന്നു കഴിഞ്ഞാൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാ മ്ലേച്ഛതകളെയും അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല ഭംഗിയുള്ളതാക്കി ഞാൻ കാണിച്ചു കൊടുക്കും. വലഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ എല്ലാവരെയും ഞാൻ പിഴപ്പിച്ചു കളയും കേട്ടോ. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, ഇബ്ലീസ് തന്നെ സമ്മതിക്കാണ്, ഇഖ്ലാസുള്ള ആരാധന ചെയ്യുന്നവരെ എനിക്ക് പിഴപ്പിക്കാൻ പറ്റൂല. അവരല്ലാത്ത മുഖ്ലിസീങ്ങളല്ലാത്ത നിന്റെ ഇഖ്ലാസുള്ള അടിമകളല്ലാത്തവരെ എല്ലാവരെയും ഞാൻ പിഴപ്പിച്ചു കളയും റബ്ബേ. ഖാല ഹദാ സിറാത്തുൻ അലയ്യ മുസ്തഖീമുൻ, ആ ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർ സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കുന്നവരാണ്, അവരെ പിഴപ്പിക്കാൻ പറ്റൂല.
ഇങ്ങനെ ഇബ്ലീസും അല്ലാഹുവും സംഭാഷണം നടക്കുന്നത് സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല ഇങ്ങനെ നിരത്തി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസ് മാറി നിന്നത് അവന്റെ കിബർ കൊണ്ടാണ്. അബാ വസ്തക്ബറ, ഇബ്ലീസിന്റെ വിസമ്മതിച്ച് മാറി നിന്നത് കിബർ നടിച്ചത് കൊണ്ടാണ്. ഖുർആനിൽ പലയിടങ്ങളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹ് ഇത് പറഞ്ഞത് എന്തിനാണ്? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് ഇത് പറഞ്ഞത് എന്തിനാണ്? ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് അല്ലാത്ത എല്ലാ മലക്കുകളും അല്ലാഹു പറഞ്ഞത് കേട്ട് അതാ സുജൂദ് ചെയ്തോ. ഫഫസഖ അൻ അംരി റബ്ബിഹി, എന്നാൽ ഇബ്ലീസ് പറഞ്ഞത് കേട്ടില്ല. ഇബ്ലീസ് അല്ലാഹനെ ധിക്കരിച്ചങ്ങ് മാറി നിന്നു. വിവരമില്ലാത്തത് കൊണ്ടല്ല, അഹങ്കാരമാണ് വന്നുപോയത്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, ഈ സംഭവം ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, അഫതത്തഖിദൂനഹു വദുർരിയതഹു, നബിയേ ആ ഇബ്ലീസും ഇബ്ലീസിന്റെ പാർട്ടിയും ഖിയാമത്ത് നാൾ വരെ ആളുകളെ പഴപ്പിക്കുന്നുണ്ടല്ലോ, ആ വിഭാഗത്തിന്റെ കൂടെയാണോ, ഈ ഇബ്ലീസിന്റെ കൂടെയാണോ ഇവര് നിൽക്കുന്നത്? നബിയെ, അങ്ങയുടെ ആ കാലഘട്ടത്തിലെ മുശ്രിക്കീകളായ ആളുകൾ അഫതത്തഖിദൂനഹു വദുർരിയതഹു, ആ ഞാൻ പറഞ്ഞത് തുടക്കത്തിലെ കേൾക്കാതെ എന്റെ ലഅനത്ത് വാങ്ങിയ ആ ഇബ്ലീസിന്റെയും മക്കളുടെയും കൂടെയാണോ അവർ നിൽക്കുന്നത്? ഔലിയാ മിൻ ദൂനി, അവരെയാണോ അവരെ മിത്രങ്ങളായി കാണുന്നത്? എന്നെ കൂടാതെ എന്നെയല്ലേ അവർ വഴിപ്പെടേണ്ടത്? ഇബ്ലീസിനെയും മക്കളെയുമാണോ അവർ വഴിപ്പെടുന്നത്? നബിയെ, വഹും ലക്കും അദൂൻ, ആ ഇബ്ലീസും പാർട്ടിയും അത് വലിയ ശത്രുവാണ് നിങ്ങൾക്ക്, അവർക്ക് വലിയ ശത്രുക്കളാണല്ലോ. ബിഇസലില്ലാലിമീന ബദലാ, എനിക്ക് പകരം അവര് പകരമാക്കിയ ആശ്രയ കേന്ദ്രം അത് വലിയ മോശം തന്നെയാണ്. ലാലിമീങ്ങളെയല്ലേ അവര് കൂട്ടുപിടിച്ചത്, ഇബ്ലീസിനെയും മക്കളെയുമല്ലേ അവര് കൂട്ടുപിടിച്ചത്, അത് വലിയ മോശം തന്നെയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു ബിഅ്സലിൽ ളാലിമീന ബദല. അതിനുശേഷം അല്ലാഹ് പറയുന്നു മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി, നബിയേ മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി, ഈ കാണുന്ന ആകാശങ്ങൾ മുഴുവനും ഞാൻ പടച്ചുണ്ടാക്കിയപ്പോ ഈ പറഞ്ഞ കൂട്ടരെ ആരെയും ഞാൻ കൂട്ടുപിടിച്ചിട്ടില്ല കേട്ടോ. വൽ അർളി, ഈ ഭൂമിയെ പടച്ചപ്പോഴും ഇവരെ ആരുടെയും ഒത്താശ ഞാൻ തേടിയിട്ടില്ല കേട്ടോ. വലാ ഖൽഖ അൻഫുസിഹിം, എന്ന് മാത്രമല്ല അവരെ തന്നെ ഉണ്ടാക്കിയപ്പോഴും ഒരാളുടെയും സഹായം ഞാൻ തേടിയിട്ടില്ല കേട്ടോ. വമാ കുൻതു മുത്തഖിദൽ മുളില്ലീന അളുദാ, എന്നിട്ടല്ല ഈ ടീമിന്റെ അടുത്ത് ഞാൻ സഹായം ചോദിക്കുന്നത്. നല്ല ആളുകളുടെ അടുത്ത് തന്നെ ഞാൻ സഹായം വാങ്ങിയിട്ടില്ല. എന്നിട്ടാണോ ഈ ഇബ്ലീസിന്റെയും പാർട്ടിയുടെയും സഹായം ആവശ്യപ്പെടുന്നത്? അതുകൊണ്ട് പിന്നെ എന്ത് കണ്ടിട്ടാണ് പിന്നെ എന്ത് കണ്ടിട്ടാണ് അവരെ വഴിപ്പെടുന്നത്, ഇബ്ലീസിന്റെ പിന്നാലെ പോകുന്നത്? ഇതൊക്കെ ഞാൻ ഒറ്റക്കാണ് നിർമ്മിച്ചത്, പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇബ്ലീസിനെയും കൂട്ടരെയും വഴിപ്പെടുന്നത് എന്നുള്ള ചോദിക്കുന്നു. എന്നിട്ടല്ല പറയുന്ന ഒരു ഡയലോഗ്, അതാണ് നമ്മുടെ ഖൽബിലേക്ക് കൊള്ളുന്നത്. അല്ലാഹ് പറയാണ്, ഇതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് വയൗമ യഖൂലു, അല്ലാഹു പറയുന്ന ഒരു ദിവസമുണ്ട്. എന്താണ് അവരോട് പറയുന്നത്? നാദൂ ശുറകാഇ അല്ലദീന സഅംതും, നിങ്ങൾ വിളിച്ചോടോ, നിങ്ങൾ കൂവി വിളിച്ചോ. ആരെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്? അല്ലദീന സഅംതും, നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ നിങ്ങളുടെ ബിംബങ്ങളില്ലേ, നിങ്ങൾ അവലംബിച്ച ആളുകളില്ലേ, നാളെ ആഖിറത്തിൽ നിന്നുള്ള പറയാണ്, വിളിക്കടോ നിങ്ങൾ അവരെ എല്ലാവരെയും നിങ്ങൾ വിളിക്ക്. അല്ലദീന സഅംതും, നിങ്ങൾ ചലച്ചില്ലേ ദുനിയാവിൽ നിന്ന്, അതാ അവര് നിങ്ങളെ സഹായിക്കുമെന്ന്, അവര് നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന്. എന്നാൽ വിളിക്കടോ, കാണട്ടെ അവർ വരുന്നത്. ഫദഅൂഹും, അവര് വിളിക്കും. ഫലം യസ്തജീബൂ ലഹും, പക്ഷേ അവരാരും വരൂല, അവരാരും ഉത്തരം ചെയ്യൂല. മാത്രമല്ല വിളിച്ചവരെല്ലാവരും പെട്ടുപോയി. വജഅൽനാ ബൈനഹും മൗബിഖാ,
അവര് നാശത്തിന്റെ ഒരു ഗർത്തത്തിലേക്ക് അല്ലാഹു അവരകപ്പെടുത്തി കഴിഞ്ഞു. ഈ അകപ്പെട്ടു പോകുന്ന സമയത്ത് വറഅൽ മുജ്രിമൂന അന്നാറ, അതാ നരകമങ്ങനെ ഈ തെറ്റ് ചെയ്ത ആളുകൾ നരകം കാണുമ്പോ ഫളന്നൂ, അവരുറപ്പിച്ചു പോയി അന്നഹും വാഖിഊഹാ, നമ്മൾ നരകത്തിൽ വീണ് കേട്ടോ. വലം യജിദു അൻഹാ മസ്രിഫാ, നമ്മൾ ദുനിയാവിൽ നിന്ന് ആരാധിച്ച ബിംബങ്ങളില്ല, നമ്മൾ കൂട്ടുപിടിച്ച ഇബ്ലീസിന്റെ പാർട്ടികളില്ല, ആരും ഇവിടെയില്ല. നമ്മളെ നരകത്തിലേക്ക് വീഴുന്ന സമയത്ത് കൈപിടിക്കാൻ പോലും ഒരാളുമില്ല. അതുകൊണ്ട് നബിയെ, ഈ സംഭവം നല്ലപോലെ അങ്ങയെ എതിർത്ത് ഇബ്ലീസിന്റെ കൂടെ നിൽക്കുന്നവരോട്, അള്ളാനെ അവിശ്വസിച്ച് നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതാ വിവരമുണ്ടായിട്ടും കിബർ കാണിച്ചത് കൊണ്ടാണ് ഇബ്ലീസിനെ പുറത്തേക്ക് തള്ളിവിട്ടത്. അതുകൊണ്ട് തന്നെ അഹങ്കാരം നമുക്കെവിടെയും വിജയമല്ല. അള്ളാനെ അംഗീകരിച്ച് ജീവിക്കലാണ്, അള്ള പറഞ്ഞതനുസരിച്ച് ജീവിക്കലാണ് വിജയത്തിന്റെ വഴി എന്നാണ് നമ്മെ ഈ സൂറത്തിന്റെ ആയത്തുകൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നിന്റെ നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ.